ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കഫേ സുലൈമാനി. ഇന്ന് നമ്മളൊരു തേങ്ങ തിരുകലിൻ്റെ വേർഷൻ 2 ആണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് ഈ തേങ്ങ പൊളിച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിൽ ഒരു 10 മിനിറ്റോളം ഈ തേങ്ങ മുറിച്ച ഭാഗം മുക്കി വെച്ച് ചൂടാക്കി ഇത് തേങ്ങയുടെ ഫ്ലഷ് പിച്ചാത്തി വെച്ച് എടുത്ത് തിരുമുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ വേർഷൻ 2 അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് തലേ ദിവസം ഫ്രീസറിൽ തേങ്ങ വെച്ചിട്ട് പിറ്റേന്ന് തേങ്ങ എടുത്ത് കുത്തി വൃത്തിയാക്കാൻ പറ്റുന്ന വേർഷനുമുണ്ട്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു പാത്രത്തിൽ സ്വല്പം വെള്ളം എടുക്കുക, ഒന്ന് ചൂടാക്കാൻ പറ്റുക. ഒന്ന് മുകള വരുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ ഈ പാത്രത്തിൽ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളം ചൂടാകുമ്പോൾ അടുത്ത സ്റ്റേജ് നമുക്ക് കാണാം. അപ്പോൾ വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഈ തേങ്ങ ഇതിലോട്ട് ഇറക്കി വയ്ക്കാം. ഒരു 10 മുതൽ ഒരു 12 മിനിറ്റ് വരെ ഈ വെള്ളം ഒന്ന് ചൂടായി തേങ്ങ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ എടുത്തിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുവരെ ഒരു ചെറിയൊരു പിന്നെ ഇവിടുന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് കാണുമ്പോൾ നമുക്ക് ഇറക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, വെള്ളം ഒരുപാട് വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി. നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് ഇളക്കാമെന്നില്ല, നമുക്ക് പിന്നെ നൈഫ് കൊണ്ട് കട്ട് ചെയ്തിട്ട് പീസാക്കി എടുത്താൽ മതി. ഇതൊരു ജസ്റ്റ് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയും സ്മൂത്തായിട്ട് ഇളകി വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചൂട് കൊടുത്ത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ചെറിയ പീസ് നമുക്ക് തുണി കൊണ്ട് എടുത്ത് വയ്ക്കാം. ഇതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ ചൂട് ചെറുതായിട്ടുള്ളപ്പോൾ തന്നെ നമുക്ക് ഇതിങ്ങനെ ചെയ്യണം. ഇങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് കുറച്ച് ഈ ഫുള്ള് തേങ്ങ നമ്മൾ എടുത്തു. ഇനി അടുത്ത പീസസ് നോക്കാം. തേങ്ങ ശരിക്കും നല്ലൊരു പരുവമല്ലാത്തത് കൊണ്ടാണ് ഒരു ചെറിയൊരു പാട്. ഇവിടെ ചിലപ്പോൾ കിട്ടുന്നത് ചില സമയത്ത് തേങ്ങ നമുക്ക് ഒരു മീഡിയം മൂപ്പായ തേങ്ങയും കിട്ടാറുണ്ട്. അപ്പോൾ അതാണ് ചിലപ്പം പാട്, പെട്ടെന്ന് ചീത്തായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് മുഴുവനായിട്ട് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചൂട് പോകുന്നതിന് മുമ്പേ തന്നെ ഇളക്കിയെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ ബ്ലാക്ക് പാർട്ട് വേണ്ടെന്ന് ഉണ്ടെങ്കിൽ ഈ തോടിനോട് ചേർന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ അരിഞ്ഞങ്ങ് മാറ്റാം. ഇപ്പം എനിക്ക് വൈറ്റ് ഇത് മാത്രം മതിയതുള്ളതുകൊണ്ട് ഞാനിത് ചെത്തിക്കളയണം. ഒന്നീ പിച്ചാത്തി വെച്ച് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് പീലർ കൊണ്ട് ചെയ്യുന്നവർക്കും ചെയ്യാം. എനിക്ക് പിച്ചാത്തിയാണ് കൂടുതൽ. ഇത് പീലർ കൊണ്ട് ഇത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ഗ്രേറ്റ് ചെയ്ത് വൈറ്റും ഫ്ലഷ് മാത്രം എടുക്കുന്നതുകൊണ്ട് പിറകിലത്തെ സ്കിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് വൃത്തിയാക്കി എടുത്തു. വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ഗ്രേറ്റർ കണക്കത്തെ സാധനം വെച്ചിട്ട് നമുക്ക് സ്മൂത്തായിട്ട് പിന്നെ ചെറിയ പീസസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിന് വലിയ വിലയൊന്നുമില്ല, ഒരു $6 വരത്തുള്ളൂ.
എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇത് നമുക്ക് ഷ്രെഡ് ചെയ്ത് ഇത്രയും ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇനി രണ്ടാമതെന്നുള്ളത് നമുക്ക് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ചെറുതായിട്ട് നമ്മൾ ഗ്രൈൻഡറിൽ മിക്സർ ഗ്രൈൻഡറിൻ്റെ അതിൽ ചെറുതിലോ വലുതിലോ ഇട്ടിട്ട് ചെറിയ രീതിയിൽ അടിച്ച് നമുക്ക് എടുക്കാം. നമുക്ക് ഈ ചെറിയ പീസസൊക്കെ ഇതിനകത്ത് ഇട്ട് മിക്സറിൽ ഇട്ടിട്ട് അരിയാൻ കട്ട് ചെയ്യാൻ പാടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലിടാൻ പറ്റും. ഇതിനെക്കാട്ടി ചെറുതായിട്ട് തന്നെ കിട്ടും. ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ചെറുതായിട്ട് ബാക്ക് സ്പേസും ഫ്രണ്ട് സ്പേസും സ്ലോ സ്പീഡിൽ അടിച്ചെടുത്തതാണ്. മോട്ടറിൻ്റെ ബാക്ക് സ്പേസും ഉണ്ട് ഫ്രണ്ട് സ്പേസും ഉണ്ടല്ലോ കറങ്ങണം. അപ്പോൾ അതിലെടുത്തതാണ് ഇതാണ്ട. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഷ്രെഡ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ഫ്രഷ് തേങ്ങ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കണക്കുള്ള വീണ്ടും ടിപ്പുകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദെൻ ഗുഡ് ബൈ ഫ്രണ്ട്സ്. താങ്ക് യു. 2 തേങ്ങായി മിക്സിയിലിട്ട് അരച്ച് സ്മോൾ ഷ്രെഡ് ചെയ്തെടുത്തു. ഇത് മറ്റേ പിന്നെ വെജിറ്റബിൾ ഗ്രേറ്റർ കൊണ്ട് എടുത്ത തേങ്ങയാണ്. അപ്പോൾ അങ്ങനെ വലുതായിട്ടും എടുത്തു.